ആ പ്രപഞ്ചം വ്യാപിച്ചു നിൽക്കുന്ന ആ അവസ്ഥയാണ് വിഷ്ണു എന്ന് പറയുന്നത്. അത് രണ്ടൊന്നില്ല. ശിവൻ എന്ന് പറയുന്നത് പ്രപഞ്ചം ഉണ്ടാകുന്നതിനുണ്ടായ അവസ്ഥയും വിഷ്ണു എന്ന് പറയുന്നത് പ്രപഞ്ചം ഉണ്ടായ ശേഷം വ്യാപിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് വിഷ്ണു എന്ന് പറയുന്നത്. രണ്ടൊന്നിന്റെ സമയം കേട്ടോ. സദാശിവരുദ്രൻ എന്ന് പറഞ്ഞാൽ അതാണ് സങ്കല്പം. ഒരു ഉയരണം, ആ ശുദ്ധമായ ബോധത്തിലേക്ക് നമ്മൾ ഉയരാൻ സഹായിക്കുന്ന മന്ത്രമാണ് പഞ്ചാക്ഷരം എന്ന് പറയുന്നത്. ശരി, പിന്നെന്താ ലോകമൊന്നും ലോകമെന്ന് പറയാം. നമ്മുടെ ലോകം എവിടെയാ? നമ്മുടെ ലോകം എവിടെയാ? എങ്ങനെ അങ്ങനെ പറയാം? ഉണ്ടെന്ന് പറയാൻ വേണ്ടി അത്ര ശരിയൊന്നുമല്ല. ഉണ്ടെന്ന് അറിയാത്ത ഒരാളെ കഥ ഞാൻ കേട്ടില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മുടെ ലോകം, നിങ്ങളുടെ ലോകം എവിടെയാ? ഉള്ളിലും നിങ്ങൾ അനുഭവിക്കുന്ന സ്ഥലം വരെയുള്ളൂ. എൻ്റെ ലോകം വേറെയാണ്. 33 കോടി ദേവതകൾ ഉണ്ടെങ്കിൽ 33 കോടി ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ലോകം അല്ല. ഈ ലോകം എന്ന മോക്ഷം വ്യത്യാസം. മോക്ഷം എന്ന് പറഞ്ഞാൽ മോചനം. ഈ മോക്ഷമാക്കി വെച്ചാൽ മോക്ഷം എന്ന മോചനം. അതെ, ഇന്ന് നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന് മോക്ഷം എന്ന് പറയും. മരണാനന്തരം സംഭവിക്കുന്നതല്ല മോക്ഷം. ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കാവുന്ന ഒരവസ്ഥയാണ്. ഞാൻ എന്ന് പറയുന്ന പരിമിതിയിൽ നിന്ന് വികസിക്കുന്നത് മോക്ഷം എന്ന് പറയും. അവിടുന്ന് മോചനം ഉണ്ടാകും. ഈ മോചനം ശരീരബോധത്തിൽ നിന്ന് മോചനം ഉണ്ടാകും. ഈ ഞാൻ എന്ന് പറയുന്ന ബോധത്തിൽ നിന്ന് മോചനം ഉണ്ടാകും. ഈ മോചനത്തിനാണ് മോക്ഷം എന്ന് പറയുന്നത്. മരിച്ചാൽ കിട്ടില്ല, മരിച്ചാൽ കഴിയില്ല. മരിച്ച പിന്നെ എന്തായാലും നമുക്കൊരു കാര്യമില്ല. ജീവിച്ചിട്ട് അനുഭവിക്കണം. അതാണ് മോക്ഷം. തന്ത്രത്തിന്റെ മോക്ഷം. പുനർജന്മം അല്ല, അത് രണ്ട് സാധനം. പുനർജന്മം എന്ന് പറയുന്നത് സ്ഥിരസംഭവം. ഈ മനുഷ്യ സ്വാംശം ഉണ്ടോ അതുണ്ടോ പുനർജന്മം ഉണ്ട്. പുനർജന്മം എന്ന് പറഞ്ഞാൽ ആത്മാവ് എവിടെയും പോയി ജനിക്കുന്നത്. ആത്മാവിന് പുനർജന്മമില്ല എന്ന് ഭഗവത്ഗീത വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പുനർജന്മം എന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ വിഷയമാണ്. നമ്മൾ DNA RNA എന്ന് പറഞ്ഞൊരു ശാസ്ത്രം എന്താ പറയുക? ജനറ്റിക്. ഒരു ജനറ്റിക് ഫാക്ടറാണ്. ജനറ്റിക് ഫാക്ടർ. മിലരേപ എന്ന് പറയുന്ന ബുദ്ധ സന്യാസി എഴുതിയ മിലരേപയുടെ ജീവിതത്തെ വായിച്ചിട്ടുണ്ടോ? വായിക്കുന്ന സമയം അദ്ദേഹം ബുദ്ധ സന്യാസിയാണ്. അദ്ദേഹം ഈ ഒരു കവിതയിൽ പറയുന്നു, അച്ഛനുള്ളപ്പോൾ മകനുണ്ടായിരുന്നില്ല, മകനുള്ളപ്പോൾ അച്ഛനുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. അതെല്ലാം ഒന്ന് മനസ്സിലായി അല്ലേ? അച്ഛനുള്ളപ്പോൾ മകനുണ്ടായിരുന്നില്ല, മകനുള്ളപ്പോൾ അച്ഛനുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. നമുക്കൊരാൾക്ക് രോഗം വന്നാൽ, മഹാരോഗം വന്നാൽ, പനി പറയുന്നത് മഹാരോഗം വന്നാൽ ഡോക്ടറോട് ആദ്യം ചോദ്യം എന്താ? ഈ അച്ഛനുണ്ടായിരുന്നു മുത്തച്ഛനുണ്ടായിരുന്നു. എന്താ കാരണം? അവരുടെ ടൈപ്പിന് നിങ്ങളുടെ എന്തൊക്കെ അർത്ഥം അല്ലേ? നിങ്ങൾക്കൊരു ഒരു ഒരു പ്രത്യേകിച്ചൊരു ആവശ്യമുണ്ട്. നിങ്ങൾ ആദ്യം ജനറ്റിക് സയൻറ്റിസ്റ്റ് എന്താ ടെസ്റ്റ് ചെയ്യാം. ജനറ്റിക് ഫാക്ടർ DNA ആണ്. ഇതാരുമായിട്ട് ബന്ധപ്പെട്ടത്? ചില സ്വഭാവമോ രോഗം മറ്റേ അച്ഛനും മുത്തച്ഛനും അല്ലേ? ഒരാൾ ജനിക്കുന്നു. ജനിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവിക്കാനല്ലല്ലോ. അല്ല, ആ സൃഷ്ടി നടക്കുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആദ്യമായിട്ട് ഒരു ബിന്ദു ഉണ്ടാകുന്നു. ഒരു ആറ്റം ഉണ്ടാകും അല്ലേ? അത് പരിഗണിച്ചിട്ടല്ലേ ഈ കുഴപ്പമില്ലാതെ മുഴുവൻ മനുഷ്യരുണ്ടാകുന്നു അല്ലേ? ആദ്യ ഫാക്ടർ ഉണ്ടാകും, ആദ്യത്തെ ഘടകങ്ങൾ ഒരു ബിന്ദു ഉണ്ടാകും. അതുണ്ടാകുന്നതിന് മുൻപ് അതെവിടെയായിരുന്നു? അച്ഛനായിരുന്നു അല്ലെ? അമ്മയിലായിരുന്നു അല്ലേ? അപ്പൊ സത്യത്തിൽ നമ്മുടെ ആദ്യത്തെ വിത്ത് എവിടുന്ന വരുന്നത്? അച്ഛനും അമ്മയും. ഒരാളിന്റെ ഒരു മരത്തിന്റെ വിത്തിനകത്ത് ആ മരത്തിന്റെ മുഴുവൻ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു ഇല്ലേ? ഒരു പുതിയ ഗുണം ഉണ്ടാവില്ലല്ലോ. ഒരടയ്ക്ക കുഴിച്ചിട്ട് അടയ്ക്കന്നെ ഉണ്ടാവുള്ളൂ, ഒന്നും ഉണ്ടാവില്ല. ആ അടയ്ക്ക് എന്തൊരു സ്വഭാവമുണ്ട്? ഏത് മരത്തിൽ നിന്ന്, ഏത് കവുങ്ങിൽ നിന്നാണോ ആ അടയ്ക്ക വന്നത്, ആ കവുങ്ങിന് മുഴുവൻ ഗുണം ദോഷം ഈ അടയ്ക്കുന്നുണ്ട് അല്ലേ? ഈ പ്രപഞ്ചത്തിൽ കാര്യമാണല്ലോ. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്ത് കുഴപ്പമുണ്ടെങ്കിലും അതിന് കാരണം എന്താ? വിത്തിന് കുഴപ്പമാണ്. അച്ഛനും അമ്മയും എന്ത് ഗുണം ഉണ്ടെങ്കിലും അത് അച്ഛൻ്റെ ഗുണമാണ്. അപ്പൊ പരിണാമം എന്ന് പറയുന്നത്, പുനർജന്മം എന്ന് പറയുന്നത് എന്താണ്?
തലമുറകളിലൂടെ വരുന്നത്. ഒരിക്കലും എവിടുന്ന് ഒരു ആത്മാവ് ജനിക്കുന്നു? ആത്മാവിൽ പുനർജന്മയിൽ വ്യക്തമായിട്ട് ഗീത പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഘടകം വരുന്ന പിതാക്കളിലൂടെ കടന്നു വരുന്നതാണ് പുനർജന്മം എന്ന് പറയുന്നത്. കാരണം ജൈവശാസ്ത്രപരമായിട്ടുള്ള ജൈവഘടകം അച്ഛനമ്മയിലാണ് ഉറപ്പാണല്ലോ. പിന്നെ സംശയം തന്നെ ചൈതന്യം എവിടെയാണ്? സൃഷ്ടി നടക്കുന്ന മുഹൂർത്തത്തിൽ അച്ഛൻ്റെ അമ്മേൻ്റെ മനോഭാവങ്ങളാണ് കുട്ടി. ഞാൻ സംശയിക്കും. പുരാണത്തില് വളരെ വ്യക്തമായിട്ട് കഥയുണ്ട്. പാണ്ഡവും ധൃതരാഷ്ട്രവും വിദുരനും ഒരേയാളുടെ മക്കൾ. ഇനി 3 സ്വഭാവമായിട്ട് വ്യക്തമായി പറയുന്നുണ്ട്. മനസ്സിലായോ? രാജകുമാരിമാര് വളരെ ഒരു മഹർഷി, യാതൊരു അലങ്കാരവും ഇല്ലാത്ത, യാതൊരു ആർഭാടവും ഇല്ലാത്ത ഒരു മഹർഷിയിൽ നിന്ന് കുട്ടികളെ സ്വീകരിക്കേണ്ടി വന്നു. അതറിയാം ഇല്ലേ? രാജകുമാർ സങ്കല്പത്തിനപ്പുറത്തായി ഒരു കാര്യമാണ്. കഥയല്ല. അംബിക അംബാലിക കഥ. അംബിക അംബാലിക 3 പേര് അല്ലേ? 3 പേര്. അപ്പോൾ ആദ്യം കടന്നു ചെയ്യുന്നു സ്വീകരിക്കേണ്ടി നിർബന്ധിതമാണ്. കാരണം സമൂഹത്തിന് ആവശ്യത്തിന് വേണ്ടി കുട്ടികളെ രാജകുമാരന്മാരുണ്ടാകണം. വേദവിന്യാസം സ്വീകരിക്കുന്നത് കണ്ണടച്ചു. അപ്പോൾ ഉണ്ടായിരുന്ന കണ്ണുമുട്ടായി. മറ്റവളാകെ വളരെ വെളുത്തുപോയി, പാണ്ഡുപോയി. 3ാമത് വേലക്കാരിയോ അംബികയും അംബാലികയും സ്വീകരിച്ചപ്പോൾ അവർക്ക് 2 കുട്ടികളായിരുന്നു. വേലക്കാരിയാണ്. വേലക്കാരിക്ക് പുണ്യമാണ്. കാരണം എന്താ? അവളുടെ സങ്കല്പത്തിന് അപ്പുറത്താണ് അവൾക്ക് സ്വീകരിക്കാൻ കിട്ടിയിരിക്കുന്നത്. ഇത് പവിത്രമായ സങ്കല്പത്തിൽ ഈ കഥ പറഞ്ഞതുകൊണ്ട്. കാരണം സൃഷ്ടി നടക്കുന്ന മുഹൂർത്തത്തിൽ അച്ഛൻ്റെ അമ്മയുടെ മനോഭാവം എന്താണ്? യാതൊരു സംശയം. അപ്പൊ സൃഷ്ടിയുടെ മുഴുവൻ ചൈതന്യം എവിടുന്ന വരുന്നത്? ആ മുഹൂർത്തത്തിലാണ് വരുന്നത്. ആൺകുട്ടികളൊന്നും എക്സ്ട്രാ ഭയങ്കര ബുദ്ധിശക്തി. അബുദ്ധവശാൽ തിരിച്ചു കുട്ടികളോ 2ാമത്തെ കുട്ടികളാവുന്ന കാര്യത്തിൽ ബോധമായ സ്നേഹത്തിലായിരുന്നു. അതുകൊണ്ട് ആ കുട്ടി കുറച്ച് നല്ലതായിട്ട് ആ കുട്ടിയെ 3ാമത് ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മൾ സാധന പറഞ്ഞു. 3ാമത്തെ കുട്ടിക്ക് വ്യത്യാസമുണ്ട്. 3 കുട്ടികൾ 3 തരം. ഇവിടെ അച്ഛനെ കുട്ടികൾ. ഇത് സാധാരണ ഞങ്ങൾക്ക് ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ. നിങ്ങൾ ആരുപടി ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ. ഇത് വ്യത്യാസമുണ്ടോ? നാളെ കുട്ടികൾ മന്ത്രം ജപിച്ച് നാമം ജപിക്കുന്ന കുട്ടികൾ നമ്മൾ വ്യത്യസ്തം. ഇത് പറഞ്ഞു കൊടുത്തുണ്ടായ കുട്ടികളാണ്. സൃഷ്ടി നടക്കുന്ന മുഹൂർത്തം ഈശ്വരീയമായ കാര്യങ്ങൾ സ്ഥാപന ചെയ്തുകൊണ്ട് സൃഷ്ടി നടത്തിയ കുട്ടികൾ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ചെയ്യും. സംഭവിച്ചില്ല, നമ്മളത് തിരിച്ചറിഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും കുട്ടിക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്ക് കുട്ടിയോ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും? അല്ല, അത് അവൻ സാധിച്ചു. ജനിച്ചു കഴിപ്പേ കുടിക്കും. പിന്നെ അവൻ സ്വയം സാഹചര്യം മാറ്റം വരും. സ്വയമായി സാഹചര്യം മാറ്റം വരും. അത് വരണം. ചില വരും. പൂർവികന്മാരുടെ ചിലപ്പോൾ നമ്മളും ചെയ്യണമെന്നില്ല. രസം വെച്ചാൽ പലപ്പോഴും പണ്ട് കാലത്ത് ഒരു കുട്ടിക്ക് പേരിട, മകൻ ഉണ്ടായ പേരിട, ആഗ്രഹ അച്ഛനെ പേരിട. കാരണം സ്വന്തം അച്ഛൻ്റെ സ്വഭാവം മകനുണ്ടാകും. കാരണം അദ്ദേഹം ചെയ്താലും മതി, റിസൾട്ട് കാണും. കാരണം അതുകൊണ്ട് നമ്മൾ പുനർജന്മം എന്ന് പറയുന്നത് പരമ്പരകളിലൂടെ വരുന്നതാണ്. ഒരാളുടെ കുട്ടിയുണ്ടാകുമ്പോൾ അയാളുടെക്കാൾ കൂടുതൽ സ്വാധീനിക്കുക അയാളുടെ മുത്തച്ഛൻ്റെ മുത്തശ്ശിയാണ്. പേരെക്കുട്ടി ശ്രദ്ധിക്കുക. പേരെക്കുട്ടികളെ സ്വന്തം അച്ഛനമ്മയെ കൂടുതൽ ഇഷ്ടപ്പെടാനാണല്ലോ. മെന്റൽ വൈബ്രേഷനാണ് മുത്തശ്ശന്മാരുടെ. അതുകൊണ്ട് പണ്ട് കാലത്ത് മുത്തശ്ശിമാരെ കുട്ടികളെ വളർത്താം. കാരണം അവർ ഭയങ്കര മാനസികമായിരിക്കണം. അച്ഛനും ചേർത്തായിരുന്നു അടുപ്പൊന്നും. കൂട്ടുകുടുംബത്തിൽ ഏറ്റവും ഒരു ഗുണം അതായിരുന്നു. മുത്തശ്ശിമാരൊക്കെ അത് അവർ നമ്മൾ ഒരേ വൈബ്രേഷനായി, മെന്റൽ വൈബ്രേഷനായിരിക്കും. അപ്പോൾ ആത്മാവില്ല എന്ന് പറഞ്ഞത്. പക്ഷെ പ്രശ്നം അത് പുനർജന്മൊന്നും ആത്മാവായിട്ട് ബന്ധമില്ല.